ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 7-ലെ എക്സാമ്പിൾ 1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇതിന് തൊട്ട് മുമ്പ് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഡു ദ പോയിൻറ്റ്സ് 3,2, -2, -3 ആൻഡ് 2,3 ഫോം എ ട്രയാങ്കിൾ. ഇഫ് സോ നെയിം ദ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ഫോംഡ്. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഈ പോയിൻറ്റ്സ് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുമോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ ചെയ്യുമെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ നെയിം എന്താണ് എന്നും കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ 7th പഠിച്ചിട്ടുണ്ട്, നമുക്ക് 3 മെഷർമെൻറ്റുകൾ തന്നു കഴിഞ്ഞാൽ അതൊരു ട്രയാങ്കിൾ ഫോം ചെയ്യുമോ എന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് തന്നിട്ടുള്ള മെഷർമെൻറ്റുകളിൽ ഏതെങ്കിലും 2 എണ്ണം ആഡ് ചെയ്യുമ്പം മൂന്നാമത്തതിനെക്കാട്ടിൽ ഗ്രേറ്റർ ആണെങ്കിൽ ആ മെഷർമെൻറ്റുകൾ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഈ പോയിൻറ്റുകളെ നമുക്കിവിടെ നമ്മളിതിന് പേരുകൾ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ പോയിൻറ്റുകൾക്ക് പേര് കൊടുത്ത് നമുക്ക് ആദ്യം ഒന്ന് എഴുതാം കേട്ടോ. ലെറ്റ്, ഇതിന് ഞാൻ പി എന്ന് പേര് കൊടുക്കുന്നു. പി 3,2, Q -2, -3 and R 2,3 with the points, with the given points. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ട്രയാങ്കിൾ ആണോ എന്ന് അറിയണമെങ്കിൽ സൈഡുകളുടെ മെഷർമെൻറ്റ് നമുക്ക് വേണം, ഇല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ട്രയാങ്കിൾ പി ക്യു ആർ. P is 3,2, Q is -2, -3, R is 2,3. അപ്പോൾ നമുക്ക് പി ക്യു ഇതിൻ്റെ ലെങ്ത് എത്രയാണ് എന്നറിയണം. എന്നാലേ നമുക്ക് ട്രയാങ്കിൾ ആണോ എന്ന് നമുക്ക് നോക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ പി ക്യു നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പഠിച്ചതുപോലെ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് പി ക്യുവിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ പിയിൽ നിന്ന് ക്യൂവിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് നമ്മൾ പി ക്യൂവും ക്യു ആറും പി ആറും എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് ട്രയാങ്കിൾ ആണോ ഫോം ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല എന്താണ്? ഏത് സൈഡാണോ കണ്ടുപിടിക്കുന്നത് അതേ ഈസ് ഈക്വൽ ടു x2 - x1 ദി ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദി ഹോൾ സ്ക്വയർ. റൂട്ട് ഉണ്ട് കേട്ടോ, റൂട്ട്. ഈ ഇക്വേഷനെ തിരിച്ച് x1 - x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാലും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ സെയിം തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഇവിടെ നമ്മൾ x2 4ഉം x1 2ഉം ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 4 - 2 സ്ക്വയർ എന്നുള്ളത് 2 സ്ക്വയർ വരും. ഇനി തിരിച്ചെടുത്താലോ 2 - 4 ദാറ്റ് ഈസ് -2 സ്ക്വയർ എന്ന് വരും. 2 ചെയ്താലും നമുക്ക് ആൻസർ എന്ത് തന്നെ കിട്ടും? സെയിം തന്നെ കിട്ടും. അപ്പോൾ പോസിറ്റീവ് നമ്പറിൻ്റെ സ്ക്വയർ എടുത്താലും നെഗറ്റീവ് നമ്പറിൻ്റെ സ്ക്വയർ എടുത്താലും ആൻസർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഇതിനെ തിരിച്ചെഴുതിയെന്നും പറഞ്ഞ് നിങ്ങളുടെ ആൻസർ തെറ്റാനൊന്നും പോകുന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി വേണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം പി ക്യു നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ പി ക്യു കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏതൊക്കെയാണ് പോയിൻറ്റ്സ് എടുക്കുക? പിയുടെയും ക്യൂവിൻ്റെയും പോയിൻറ്റ്സ് എടുക്കുന്നു. അപ്പോൾ പി ക്യു ഈസ് ഈക്വൽ ടു റൂട്ട് എന്ത് വരും? പി ക്യു എടുക്കുമ്പോൾ ഇത് x1 ഇത് y1, ഇത് x2 ഇത് y2. അപ്പോൾ x1 - x2 എന്ത് വരും? 3 - -2, 3 - -2 സ്ക്വയർ പ്ലസ് അടുത്തത് y1 - y2 സ്ക്വയർ. y1 ഈസ് 2 മൈനസ് -3 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട്. ഇതെന്ത് വരും? മൈനസും മൈനസും കൂടെ പ്ലസ് ആവും. 3 + 2 5, 5 സ്ക്വയർ ഈസ് 25 പ്ലസ് ഇതും 5 വരും. 5 സ്ക്വയർ ഈസ് 25 ഈസ് ഈക്വൽ ടു റൂട്ട് 50 എന്ന് വരും. ഇനി അടുത്തത് നമ്മൾ പി ക്യു കണ്ടുപിടിച്ചു. ഇനി അടുത്തത് ക്യു ആർ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ക്യു ആർ കണ്ടുപിടിക്കുമ്പോൾ ഇതിനകത്ത് ഇത് x1 ഇത് y1 ഇത് x2 ഇത് y2 അങ്ങനെയാണ് നമ്മുടെ കോർഡിനേറ്റ് വരിക, അല്ലേ? എക്സ് വൈ ഇങ്ങനെയാണ് കോർഡിനേറ്റ് വരിക. അപ്പോൾ ആദ്യത്തേത് x1 ഇത് y1 ഇത് x2 ഇത് y2. അപ്പോൾ എന്ത് വരും? -2 നിങ്ങൾ തെറ്റാതെ എഴുതണം കേട്ടോ. മൈനസ് x2 ഈസ് 2 ദി ഹോൾ സ്ക്വയർ പ്ലസ്
അടുത്തത് y1 -3 minus y2 is 3. The whole square is equal to root -2 കൂടെ -4 square, that is 16 plus -3 കൂടെ -6, -6ൻ്റെ സ്ക്വയർ 36, റൂട്ട് 52 എന്ന് വരും. ഇനി അടുത്തത് PQ കണ്ടുപിടിച്ചു, QR കണ്ടുപിടിച്ചു, ഇനി എന്താ PR ഈസ് ഈക്വൽ ടു, അപ്പം ഏതൊക്കെയാണ് എടുക്കേണ്ടത്? ഇതാ പിയും ആറും ആണ് എടുക്കേണ്ടത്. അപ്പം 3 - 2 റൂട്ട് 3 - 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 - 3 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 - 2 ഈസ് 1, 1 സ്ക്വയർ ഈസ് 1, 2 - 3 -1, -1ൻ്റെ സ്ക്വയറും 1 വരും. അപ്പോൾ നമുക്ക് റൂട്ട് 2 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡുകൾ ആഡ് ചെയ്തിട്ട് തേർഡ് സൈഡിനെക്കാട്ടിൽ ഗ്രേറ്റർ ആണോ എന്ന് നമുക്ക് നോക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലേ. അതുകൊണ്ട് നമ്മൾ ഈ റൂട്ട് 50യെ നമ്മൾ നമ്പറിലാക്കി മാറ്റണം. അതായത് റൂട്ട് 50 എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ റൂട്ട് 50 എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോങ് ഡിവിഷൻ നമ്മൾ 9th പഠിച്ചിട്ടുള്ളതാണ്, മിക്ക സ്റ്റുഡൻസിനും അറിയായിരിക്കും. അപ്പോൾ റൂട്ട് 50 നമുക്കിവിടെ ഡിവൈസർ തന്നിട്ടില്ല, നമ്മൾ തന്നെ ഡിവൈസർ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ 50ക്കുള്ളിൽ വരുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. 50ക്കുള്ളിൽ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ എന്താ? 7 അല്ലേ? 7 7s are 49. റിമൈൻഡർ 1 വന്നു. ഇനി അടുത്ത ഡിവൈസർ നമ്മൾ വീണ്ടും കണ്ടുപിടിക്കണം. അപ്പോൾ 7ൻ്റെ കൂടെ ഈ നമ്പർ തന്നെ ആഡ് ചെയ്ത് നമ്മളിവിടെ എഴുതുന്നു 14. ഇനി നമ്മളിവിടെ ഒരു ഡിജിറ്റ് നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിനി താഴോട്ട് ഇവിടെ എഴുതാൻ നമ്പർ ഇല്ല. അപ്പോൾ 2 ഡിജിറ്റ്സ് വെച്ചാണ് നമ്മൾ ലോങ് ഡിവിഷനിൽ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 zeros ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 2 zeros ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നമ്മളിവിടെ ഒരു പോയിൻ്റ് ഇടുന്നു. ആ 2 0യെ നമ്മൾ താഴേക്ക് എഴുതുന്നു. ഇനി നമ്മളിവിടെ ഒരു ഡിജിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ 1 ഇട്ട് കൊടുത്താൽ 141 ആവും. ഈ 100 എന്ന് പറയുന്നത് 141നെക്കാട്ടിൽ ചെറിയ നമ്പറാണല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ 0 തന്നെ ഇട്ട് കൊടുക്കും. നമ്മൾ കോഷ്യൻറ്റിലും 0 ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതെന്തായിട്ട് മാറും? 140 × 0 ഈസ് 0. വീണ്ടും 100 തന്നെ ഇവിടെ വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത റിമൈൻഡർ എത്രയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 140 ഇവിടെ നമ്മൾ 0 ആണ് ഇട്ടത്. അതുകൊണ്ട് ആ 0 തന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 140 തന്നെ വരും. ഇനി വീണ്ടും നമ്മളിവിടെ ഒരു ഡിജിറ്റ് നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ താഴേക്ക് 2 0 ഇട്ടിട്ട് അത് നമ്മൾ ഇറക്കി എഴുതുന്നു. ഇനി ഇതിനോടടുത്ത് വരുന്ന ഒരു നമ്പർ നമുക്ക് കിട്ടണം. അപ്പോൾ 140യുടെ ഇവിടെ ഒരു നമ്പർ ഇട്ട് കൊടുത്തിട്ട് ആ നമ്പർ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 140യെ നമുക്കൊരു 7 ഇട്ട് ചെയ്ത് നോക്കാം. 7 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 7 7s are 49, 4 28, 2 7 + 2 9. അപ്പോൾ ഇതിനടുത്തൊരു നമ്പർ വന്നു. അപ്പോൾ നമ്മളിവിടെ 7 ഇട്ടു, ഇവിടെയും 7. അപ്പം 9 8 4 9 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 10 ആകും, ഇത് 9 ആകും, ഇത് 9 ആകും. 10ൽ നിന്ന് 1 എടുക്കുമ്പോൾ ഇവിടെ 9 ആകും. 10 - 9 ഈസ് 1 5 1 151 എന്ന് നമുക്ക് കിട്ടി. റിമൈൻഡർ 151 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ കൊണ്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ഒത്തിരി ഇങ്ങോട്ട് ചെയ്ത് പോകണ്ട. നമുക്ക് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് കിട്ടിയാലും മതി കേട്ടോ. അപ്പോൾ റൂട്ട് 50 എന്ന് പറയുന്നത് 7.07 ആണ്. ഇനി റൂട്ട് 52 എത്രയാണ് എന്നൂടെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ റൂട്ട് 52 കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. റൂട്ട് 52. അപ്പോൾ ഇവിടെയും അടുത്ത് വരുന്ന നമ്പർ 7 തന്നെയാണ്. 49 3 വരും. നമ്മളിവിടെ 2 0 ഇട്ട് കൊടുക്കുന്നു, പോയിൻ്റ് ഇടുന്നു, 2 0 താഴേക്ക് എഴുതുന്നു. 7ൻ്റെ കൂടെ 7 കൂടെ ആഡ് ചെയ്ത് 14 ഇവിടെ എഴുതുന്നു. ഇനി ഇവിടെ ഒരു ഡിജിറ്റ് വേണം അല്ലേ. അപ്പോൾ 14ൻ്റെ കൂടെ നമുക്ക് ഒരു 2 ഇട്ട് കൊടുത്ത് നോക്കാം. 2 ഇട്ടാൽ 142 × 2 ഈസ് 284. ഇതിനടുത്തുള്ള നമ്പർ കിട്ടിയല്ലേ. അപ്പോൾ ആ 2 തന്നെ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നു. ഇത് 2 ആകും, ഇത് 9 ആകും, ഇത് 10 ആകും. 10 - 4 ഈസ് 6, 9 - 8 ഈസ് 1. ഇനി അടുത്ത ഡിവൈസർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 142ൻ്റെ കൂടെ ഇവിടെ നമ്മൾ 2 ആണ് ഇട്ട് കൊടുത്തത് അല്ലേ. അപ്പോൾ ആ 2ഉം കൂടെ ആഡ് ചെയ്ത് 144
4 എന്ന് എഴുതുന്നു. ഇനി നമ്മൾ 2 0 ഇട്ട് കൊടുത്തിട്ട് അതിങ്ങോട്ട് എടുത്തെഴുതുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു ഡിജിറ്റ് ഇട്ട് കൊടുക്കണം. ഇവിടെ നമ്മൾ 1 ഇട്ട് കൊടുത്താൽ ഇതിനോട് അടുത്ത നമ്പർ കിട്ടും. അപ്പോൾ 1 ഇട്ട് കൊടുക്കുന്നു. കോഷ്യൻറ്റിലും 1 ഇട്ട് കൊടുക്കുന്നു. 1 4 4 1. ഇത് 5 ആകും, ഇത് 9 ആകും, ഇത് 10 ആകും. 10 - 1 is 9. ഇത് 5, ഇത് 1. 159. ഇവിടെ വരെ ചെയ്താൽ മതി. നമുക്ക് ഇത്രയും കിട്ടിയാൽ മതി കോഷ്യൻറ്റിൽ കേട്ടോ. 7.21. നിങ്ങൾ ലോങ് ഡിവിഷൻ മെത്തേഡ് അറിയാൻ വയ്യാത്തവർ നമ്മൾ 9th ഒത്തിരി പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതൊക്കെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഇനി നമുക്ക് √2 എത്രയാണേ നോക്കണം. അപ്പോൾ 2വിനെ നമുക്ക് ചെയ്യണം. 2വിനെ ചെയ്യാൻ നമുക്ക് 1 ഉള്ളൂ. അപ്പോൾ 1 എഴുതി. 2 - 1 is 1. അടുത്ത ഡിവൈസർ എന്ന് പറയുന്നത് 1ൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്ത് 2 എഴുതുന്നു. ഇനി നമുക്ക് ഇവിടെ ഒരു നമ്പർ വേണം. അപ്പോൾ താഴേക്ക് എഴുതാനില്ലാത്തത് കൊണ്ട് 2 0 ഇട്ട് കൊടുത്തിട്ട് ഇവിടെ പോയിൻ്റ് ഇടുന്നു. 100. ഇവിടെ നമുക്ക് എത്ര എഴുതാം? 4 എഴുതാം അല്ലേ? 4 എഴുതുന്നു. 24 × 4 96. റിമൈൻഡർ 4 വന്നു. 2 0 ഇട്ട് കൊടുത്തിട്ട് അത് താഴേക്ക് എഴുതുന്നു. 24ൻ്റെ കൂടെ 4 കൂടെ ആഡ് ചെയ്തിട്ട് 28 നമ്മൾ താഴേക്ക് എഴുതുന്നു. ഇനി ഇവിടെ ഒരു ഡിജിറ്റ് വേണം. അപ്പോൾ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 400-നേക്കാട്ടിൽ കൂടുതൽ പോകും. അതുകൊണ്ട് നമ്മൾ 1 ഇട്ട് കൊടുക്കുന്നു. 281. ഇത് 3 ആകും, ഇത് 9 ആകും, ഇത് 10 ആകും. 10 - 1 is 9. 9 - 8 is 1. 119 എന്ന് കിട്ടി റിമൈൻഡർ. ഇത്രയും മതി. നമുക്ക് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റോ 2 ഡിജിറ്റോ മതി കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ഇങ്ങനെ കിട്ടി. PQ is 7.07, QR is 7.21, PR is 1.41 എന്ന് നമുക്ക് കിട്ടി. ഇനി ഇത് ഒരു ട്രയാങ്കിൾ ആണോ എന്നറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും 2 സൈഡുകൾ ആഡ് ചെയ്യുമ്പോൾ തേർഡ് സൈഡിനെക്കാട്ടിൽ ഗ്രേറ്റർ ആണോ എന്ന് നോക്കണം. അപ്പോൾ PQ + QR ചെയ്ത് നോക്കുമ്പോൾ എന്ത് കിട്ടും? 7.07 + 7.21 is equal to 14.28 എന്ന് കിട്ടും. ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 1.41 അല്ലേ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഇതിനെക്കാട്ടിൽ ഗ്രേറ്റർ കിട്ടി. ഇനി തിരിച്ച് QR-ഉം PR-ഉം കൂടെ എടുത്താലോ? QR-ഉം PR-ഉം കൂടെ എടുത്താലും 7 + 1 8, 8.62 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ PQ. ഇനി ഇത് രണ്ടും കൂടെ എടുത്താലോ? ഇത് രണ്ടും കൂടെ PQ-ഉം PR-ഉം കൂടെ എടുത്താലും 8.48 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ QR. അപ്പോൾ ഏത് 2 സൈഡുകൾ ആഡ് ചെയ്താലും തേർഡ് സൈഡിനെക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തു പറയാം? സിൻസ് the sum of any 2 of these distances is greater than the third distance. അല്ലേ? തേർഡ് ഡിസ്റ്റൻസിനെക്കാട്ടിൽ എപ്പോഴും ഗ്രേറ്റർ ആണ് നമുക്കിവിടെ കിട്ടിയത്. Therefore, points Q and R form a triangle. അപ്പോൾ ട്രയാങ്കിൾ ഫോം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഇങ്ങനെ തന്നെ ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് ആൻസർ മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ ആദ്യം ഇത് ട്രയാങ്കിൾ ആണോ ഫോം ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ട്രയാങ്കിൾ ആണേ എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ട്രയാങ്കിൾ ആണേ എന്ന് കിട്ടി. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഇഫ് സോ നെയിം ദ ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ഫോംഡ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ ഏത് ടൈപ്പ് ട്രയാങ്കിൾ ആണേ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാം. ഏതെങ്കിലും 2 സൈഡുകളുടെ സ്ക്വയറുകളുടെ സം തേർഡ് സൈഡിൻ്റെ സ്ക്വയറിന് ഈക്വലായാൽ അതെന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വരിക അല്ലേ? പൈതഗോറസ് പ്രോപ്പർട്ടി വെച്ചിട്ട് PQR ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താ? PQ² + QR² ഈസ് ഈക്വൽ ടു PR². അപ്പോൾ നമ്മൾ എപ്പോഴും നമുക്ക് തന്നിരിക്കുന്ന മെഷർമെൻറ്റുകൾ വെച്ചെടുക്കുമ്പം ഏറ്റവും വലുത് ഏതാണോ അത് നമ്മൾ ഹൈപ്പോട്ടിനൈസ് ആയിട്ട് എടുക്കണം. ഇവിടെ 7.21 ആണ് എന്തായിട്ടുള്ളത്? ഗ്രേറ്റർ ആയിട്ടുള്ളത്. അതെന്താണ്? QR ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ നെയിം ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. ഇങ്ങനെ എടുക്കുന്നു കേട്ടോ, PQR. ഇനി PQ എന്താണ്? 7.07. PR എന്താണ്? 1.41.
1. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. PQ² പ്ലസ് PR² എന്ത് കിട്ടുമെന്ന് നോക്കണം. PQ² എന്താണ്? 7.07 സ്ക്വയർ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഉടനെ നിങ്ങൾ ഈ ഡിജിറ്റ് വെച്ച് ചെയ്യേണ്ട കേട്ടോ. നമ്മുടെ റൂട്ട് വെച്ച് ചെയ്യാം. ഇത് വെച്ച് ചെയ്താൽ ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വെച്ച് തന്നെ ചെയ്യാമേ. PQ ഈസ് √50, QR ഈസ് √52, PR ഈസ് √2. ഇത് വെച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ PQ² ഈസ് √50² പ്ലസ് PR ഈസ് √2². √50യുടെ സ്ക്വയർ ഈസ് 50, √2ൻ്റെ സ്ക്വയർ 2. അപ്പോൾ നമുക്ക് 52 എന്ന് കിട്ടി. ഇനി QR² ദാറ്റ് ഈസ് √52, √52ൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് 52. രണ്ടും എന്തായിട്ട് തന്നെ കിട്ടി? നമുക്ക് സെയിം ആയിട്ട് തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ എന്ത് പറയാം? PQ² പ്ലസ് PR² ഈസ് ഈക്വൽ ടു QR² അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദെയർഫോർ PQR ഈസ് റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ ട്രയാങ്കിളിൻ്റെ പേരെന്താണ്? റൈറ്റ് ട്രയാങ്കിൾ എന്നാണ് ഈ ട്രയാങ്കിളിൻ്റെ നെയിം. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ ഈ ഡെസിമൽ പോയിൻ്റ് ഇട്ടുള്ള നമ്പർ കണ്ടുപിടിച്ചത് നമുക്ക് ഇത് ട്രയാങ്കിൾ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. റൂട്ട് ഇട്ട് നമുക്കിത് ആഡ് ചെയ്തിട്ട് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ പോയിന്റിലാക്കിയിട്ട് ചെയ്തു നോക്കി. പിന്നെ ട്രയാങ്കിളിൻ്റെ നെയിം കണ്ടുപിടിക്കാവുന്ന സമയത്ത് നമ്മൾ റൂട്ട് ഇട്ടുള്ളത് തന്നെ എടുത്താൽ മതി. ഡെസിമൽ പോയിന്റ് ഇട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ പാടായിരിക്കും. ഈ റൂട്ടുള്ളത് ഇട്ട് നോക്കിയിട്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എക്സാമ്പിൾ 1 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പം വളരെ ചെറുതായിട്ടുള്ളൊരു ആൻസറാണ്. പക്ഷേ ആ റൂട്ടിൻ്റെയൊക്കെ വാല്യൂ കണ്ടുപിടിക്കുന്നത് നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡ് ചെയ്തത് കൊണ്ടാണ് വീഡിയോ ഇത്രയും ലെങ്തി ആയിട്ട് പോയത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.